ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേദിവസത്തെ വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വൈകുന്നേരം ഇപ്പോൾ ചായ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം കുഞ്ഞമ്മയുടെ മോളുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പം ഞാൻ വിചാരിച്ച് വൈകുന്നേരം ഇച്ചിരി ചായ വെച്ച് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും കാർത്തിക്കുട്ടി മാത്രമേ ഉള്ളപ്പോൾ ഞങ്ങൾ ഇടയ്ക്കും വഴിക്കുമൊക്കെ ചായ കുടിക്കാറുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്ത് അരിഞ്ഞ് വെച്ചു നാളത്തേക്കിന്. പിന്നെ പച്ചരി ഉണ്ടായിരുന്നു, അത് അപ്പത്തിന് അരയ്ക്കാൻ പോകട്ടോ. ഞാൻ പച്ചരി നന്നായിട്ട് കഴുകി അതിലേക്ക് തേങ്ങയും പിന്നെ അതുപോലെ ഈസ്റ്റും ഒക്കെ ഇട്ടാണ് കേട്ടോ അപ്പത്തിന് അരയ്ക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ കഴുകി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് അമ്മൂമ്മയ്ക്ക് ആദ്യം ചായ ഇങ്ങ് എടുക്കും കേട്ടോ. പിന്നെ അപ്പത്തിനേക്കുള്ള തേങ്ങ പൊതിക്കാനുള്ള പോവുകയാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ട് തെങ്ങ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സർജറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തേങ്ങ വെട്ടാൻ കുറച്ച് പ്രയാസം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ ചെല്ലാഞ്ചി ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്തിനാ തേങ്ങ പൊതിക്കുന്നതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പൊതിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം ഈ മുളയ്ക്കകത്ത് ഒരുപാട് കിളിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും നിങ്ങളെ കിളിക്കുഞ്ഞുങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങ പൊട്ടിച്ച് വെള്ളത്തിന് നല്ല പുളിയായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ചു, ഭയങ്കര പുളിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചായ ഒഴിച്ചു കേട്ടോ, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചായയും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ബന്ന് ഇന്ന് വാങ്ങിയ ബന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ മൈദയുടെ വലിയ രീതിയിൽ കഴിക്കുന്ന ഒരാളല്ല. അപ്പോൾ കാർത്തിക്കുട്ടിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നല്ല നട്ട്സും എന്താ പറയുക, ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി ഒരു ബന്നാണ്. നിങ്ങൾ കടലൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പം നമ്മൾ വീടിനടുത്ത് കരുമളൊക്കെ ഒരു ബേക്കറിയിൽ നിന്നാണ് വാങ്ങിച്ചു കേട്ടോ. സൂപ്പർ ടേസ്റ്റുള്ളൊരു ബന്നായിരുന്നു കേട്ടോ. അപ്പോൾ കാർത്തിക്കുട്ടി ചായ കുടിച്ച് എല്ലാവർക്കും അത് ബന്നൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഞാൻ അപ്പത്തിന് അരയ്ക്കാൻ നിന്ന് കേട്ടോ. അപ്പം തേങ്ങയും പച്ചരിയും ഈസ്റ്റും പിന്നെ കുറച്ച് ഒരു പിടി ചോറും ഇട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. വൈകുന്നേരമായപ്പോൾ ഞാൻ മാതാവിൻ്റെ അവിടെ മെഴുകുതിരി കത്തിച്ചു, പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ച് വെച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുൽക്കൂടൊക്കെ ഒന്ന് ഓണാക്കി. അത് കഴിഞ്ഞിട്ട് പൂജാമുറി പോയി വിളക്ക് കത്തിച്ച്, ഞാൻ വിളക്ക് കത്തിച്ചായിരുന്നു, അത് അവിടെയും വന്നൊന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതായിരുന്നു വൈകുന്നേരത്തെ എൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് അതെ ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഞാനിത് കാണിക്കാം കേട്ടോ. ടാറ്റാ.